പ്രവാസി പുനരധിവാസത്തിന്റെ പേരിൽ കോടികളുടെ തട്ടിപ്പ് നടത്തിയതായി പരാതി. 110 പ്രവാസികളിൽ നിന്നായി 3 കോടിയിലേറെ രൂപ പിരിച്ചെടുത്തുവെന്നാണ് ഇരകളുടെ ആരോപണം. പണം തിരിച്ചു ചോദിക്കുമ്പോൾ ഭീഷണിപ്പെടുത്തുകയാണെന്നും ഇപ്പോഴും പണപ്പിരിവ് തുടരുന്നതായും തട്ടിപ്പിനിരയായ നിക്ഷേപകർ പറഞ്ഞു. ഗ്ലോബൽ കേരള പ്രവാസി വെൽഫെയർ അസോസിയേഷൻ എന്ന സംഘടന രൂപീകരിച്ച് 2017 മുതൽ പ്രവാസികളിൽ നിന്നും പണപ്പിരിവ് നടത്തിയെന്നാണ് തട്ടിപ്പിനിരയായവരുടെ ആരോപണം. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുമ്പോൾ സുരക്ഷിതമായ ഭാവിയും പുനരധിവാസവുമായിരുന്നു വാഗ്ദാനം. 3 കോടി രൂപയാണ് പ്രവാസികളിൽ നിന്ന് പിരിച്ചത്. എന്നാൽ ഇതിൽ 40 ലക്ഷം രൂപ മാത്രം മുടക്കി സംഘടനയുടെ സെക്രട്ടറി കണ്ണൂർ കിൻഫ്ര പാർക്കിൽ നിഫ്കോ എന്ന പേരിൽ ഭക്ഷ്യസ്ഥാപനം തുടങ്ങി. ലാഭത്തിലുള്ള സ്ഥാപനം നഷ്ടത്തിലാണെന്ന് ചൂണ്ടിക്കാട്ടി നിക്ഷേപകരെ വീണ്ടും പറ്റിക്കുകയാണെന്ന് തട്ടിപ്പിനിരയായവർ ആരോപിക്കുന്നു. മകളുടെ വിവാഹത്തിന് കരുതി വെച്ച പണം പോലും നഷ്ടപ്പെട്ടവർ ഇക്കൂട്ടത്തിലുണ്ട്. ഇത് കമ്പനി ശരിക്കും പറഞ്ഞാൽ ഇത് ജനങ്ങളെ പറ്റിക്കണമെന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ട് മാത്രം പിരിച്ചെടുത്തു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ആ പൈസൻ്റെ ഒരു 10% പോലും ഇവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. അങ്ങനെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. നിക്ഷേപ തട്ടിപ്പിനെതിരെ കേരളത്തിൽ നിയമ നടപടിയും ആരംഭിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകി. പ്രവാസി പുനരധിവാസം വേണ്ട നാട്ടിലേക്ക് നിങ്ങൾ തിരിച്ചു പോയാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ജോലിയും വരുമാനം ആവും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരെ ഈ വലയിൽ കുടുക്കിയത്. എന്നതിന് ശേഷം 110ഓളം ആളുകളിൽ നിന്ന് 3 കോടിയോളം രൂപ പിരിച്ചെടുത്തിട്ട് ഈ 3 കോടി ഇൻവെസ്റ്റ് ചെയ്തില്ല. ഇയാൾ ഇൻവെസ്റ്റ് ചെയ്തത് 40 ലക്ഷത്തിന് അടുത്ത് നാടുകാണി കിൻഫ്രയിൽ നിഫ്കോ എന്ന് പറയുന്ന ഒരു ഫുഡ് കമ്പനിയാണ്. സംസ്ഥാന റെസ്ലിംഗ് അസോസിയേഷൻ ഭാരവാഹി കൂടിയായ കണ്ണൂർ സ്വദേശി നിസാമുദ്ദീനെതിരെയാണ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. കമ്പനി നഷ്ടത്തിലാണെന്ന് വരുത്തി തീർക്കാൻ പല വിധത്തിലുള്ള തട്ടിപ്പുകൾ ഇയാൾ നടത്തിയതായി പരാതിയിൽ പറയുന്നു. റിപ്പോർട്ടർ, ദുബായ്.